നമസ്കാരം. ഈ അടുത്ത സമയത്ത് നമ്മളെ പ്രശസ്തനായ ഒരു വ്യക്തിയുണ്ടല്ലോ, വാവാ സുരേഷ്. അദ്ദേഹത്തെക്കുറിച്ചൊരു ചെറിയൊരു ലേഖനം വായിക്കാനുണ്ടായി, ഒരു ഇൻ്റർവ്യൂ അദ്ദേഹം പറയുന്നത് ഇത് കേൾക്കാനുണ്ടായി. അതായത് അദ്ദേഹം ഒരു പാമ്പിനെ പിടിക്കാനായിട്ട് അദ്ദേഹത്തിന് ഫോൺ ചെന്നു. അദ്ദേഹം ആ വീട്ടിൽ ചെന്നു. അവിടെ ചെന്നിട്ട് ഇതിനിടയ്ക്ക് അദ്ദേഹം ഉച്ചയ്ക്ക് എങ്ങാണ്ട് പോയി വൈകുന്നേരം വരെ ഇത്തിരി വെള്ളം ദാഹിച്ചു. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ചോദിച്ചു. അപ്പോൾ വീട്ടുകാരെന്ത് ചെയ്തു, ഈ വെള്ളം എടുക്കാനായിട്ട് ബാത്റൂമിൽ വീട്ടിൻ്റെ പുറകിലുള്ള ബാത്റൂമിൽ പോയിട്ട് അവിടുത്തെ ഒരു മഗ്ഗിനെ അവിടെ നിന്നൊരു വെള്ളം എടുത്തു കൊടുത്തു. ഇത് അദ്ദേഹം തന്നെ ഇത് കാണാനിടയായി. ഒന്ന് ചിന്തിച്ച് നോക്കി, എന്തൊരു കഷ്ടമല്ലേ. അദ്ദേഹം ഒരു മനുഷ്യനല്ലേ, മനുഷ്യർക്ക് ഉപകാരമുള്ള കാര്യമല്ലേ അദ്ദേഹം ചെയ്യുന്നത്. അപ്പം ഇത് അദ്ദേഹം വളരെ വിഷമത്തോടെ ഇത് പറയുന്നുണ്ട്. പക്ഷേ പുള്ളി ചെറിയ ചിരിയോടൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കി, ഉള്ളിൽ എന്ത് വേദന ഉണ്ടായി കാണും. നമുക്കാണ് ഈ അനുഭവം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ചിന്തിക്കുക, എനിക്കാണ് ഈ അനുഭവം ഉണ്ടായത്, അയ്യോ നമുക്കത് എന്ത് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ, എന്ത് വിഷമമായിരിക്കും മനസ്സിൽ. മനുഷ്യൻ എന്തേ ഇങ്ങനെ. അത് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഒരിക്കലും ഒരു ഓണത്തിന് ഒരു സുഹൃത്ത് സദ്യ കഴിക്കാനായിട്ട് വിളിച്ചു. അപ്പോഴത്തേക്ക് ഇല്ല, ഞാൻ വേണമെങ്കിൽ വന്ന് പായസം കഴിക്കാം എങ്കിൽ ശരി. അങ്ങനെ പോയി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് ഞാൻ പായസം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് വീടിൻ്റെ അകത്തോട്ടേക്ക് പുള്ളി പോയി. പുള്ളി കുറേ നേരം കായിട്ട് കാണാതെ, ഒരു അരമണിക്കൂർ കൂടുതൽ കാണാത്തതുകൊണ്ട് പുള്ളി ചെന്ന് എത്തി നോക്കിയപ്പോൾ എന്താണ്, അടുക്കളയിൽ എല്ലാവരും ഉണ്ട്. ശരിക്കും ഗ്ലാസ്സുകളും എല്ലാം പായസമൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു. ഈ സുഹൃത്തിൻ്റെ മകൻ പുറകുവശത്തൂടെ കടന്നൊരു ഡിസ്പോസിബിൾ കപ്പും വാങ്ങിച്ചുകൊണ്ട് വരുന്നു. ഈ ഡിസ്പോസിബിൾ കപ്പിലാണ് അദ്ദേഹത്തിന് പായസം കൊടുക്കുന്നത്. അത് വരാൻ വൈകിയതുകൊണ്ട് വെയിറ്റ് ചെയ്തിരുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ വിളിച്ചത്? കഷ്ടമല്ലേ ഇത്. ഇദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ, ഈ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഡിസ്പോസിബിൾ കപ്പിൽ കുടിച്ചിട്ട് ആ കപ്പും അദ്ദേഹം ചുരുട്ടി മുടക്കി പോക്കറ്റിൻ്റെ തിരികെ കൊണ്ടുപോയി, വെളിയിൽ കൊണ്ടുപോയി കളയാമെന്നുള്ളതിൽ. എന്തൊരു കഷ്ടമുണ്ട്, എന്ത് വേദന ഉണ്ടായിക്കാണും. മനുഷ്യരെന്തേ ഇങ്ങനെ. ഈ ചെയ്യുന്നവർക്ക് ഇതുപോലൊരു അനുഭവം ഉണ്ടായിരുന്നല്ലോ, അന്നേരം അറിയാം അതിൻ്റെ വേദന. മനുഷ്യനായിട്ട് എന്നെ കാണണം. അദ്ദേഹം നന്മയുള്ള പ്രവൃത്തിയല്ലേ ചെയ്യുന്നത്. ഈ പിടിക്കുന്ന പാമ്പിനെ കൊല്ലുക പോലുമില്ല. അദ്ദേഹം നേരെ വനത്തിൽ തുറന്നു വിടുകയാണ്. അതിനെപ്പോലും ഉപദ്രവിക്കാത്തൊരു മനുഷ്യൻ, സാധു മനുഷ്യൻ. സാമ്പത്തിക നേട്ടമൊന്നും അതിനൊന്നും അദ്ദേഹത്തിന് ഉണ്ടാകാറില്ല. പലപ്പോഴും കൈ നഷ്ടമുണ്ട്. കൈ നിന്നെടുത്തിട്ടൊക്കെയാണ് ചിലപ്പോഴൊക്കെ പോയി വരുന്നതൊക്കെ. അപ്പോൾ എന്ത് കഷ്ടം. ഇപ്പം ഈ അടുത്ത സമയത്ത് അദ്ദേഹം തിരുവനന്തപുരത്തിൻ്റെ ഒരു തട്ടുകട തുടങ്ങിയിട്ടുണ്ട്. ജീവിതമാർഗം വേണ്ടേ. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ 2-3 സുഹൃത്തുക്കളും കൂടെ തിരുവനന്തപുരത്ത് പട്ടത്തിനടുത്ത് ഒരു തട്ടുകട തുടങ്ങിയിട്ടുണ്ട്. ജീവിക്കാൻ വൈകുന്നേരങ്ങളിൽ തട്ടുകട നടത്തുകയാണ് ഇപ്പോഴും. എന്ത് നല്ല മനുഷ്യന്. കാരണം ഞാൻ നേരിട്ട് 2-3 തവണ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ എൻ്റെ വീട്ടിൽ തന്നെ ഒരു പാമ്പ് വന്ന് എന്നെ പിടിക്കാനായിട്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹം വന്നു. എന്ത് നല്ല മനുഷ്യൻ, എന്ത് സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നതെന്ന് അറിയാമോ. അദ്ദേഹം അതിനെ പിടിച്ചിട്ട് എന്നെ ഉപദ്രവിക്കരുത്, കൊല്ലാൻ പാടില്ല, എന്ത് സ്നേഹത്തിന്, ആ പാമ്പിനോട് പോലും എന്ത് സ്നേഹത്തോടാണ് അദ്ദേഹം പെരുമാറുന്നത്. ഇങ്ങനെയുള്ളൊരു മനുഷ്യനോട് നമ്മുടെ കൂടെയുള്ള സഹജീവികൾ കാണിക്കുന്നതോ, എനിക്കത് എത്ര ആലോചന പിഴിയുന്നില്ല. കുറേ നേരം ഞാൻ ഇത് കണ്ടിട്ട്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടിട്ട് കുറേ നേരം ഞാൻ ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരുന്നു. അതായത് കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ ഈ വീട്ടിലാണ് പാമ്പ് പിടിക്കാനായിട്ട് പോയത്. അപ്പോൾ ആ വീട്ടിലെ ആളെന്ത് ചെയ്തു, ബാത്റൂമിൽ പോയിട്ട്, വീട്ടിൻ്റെ പുറകിലെ ബാത്റൂമിൽ പോയിട്ട് അവിടെ അതിൻ്റെ അകത്തിരുന്ന മഗ്ഗിൽ നിന്ന് അവിടുന്ന് തന്നെ വെള്ളം എടുത്തിട്ട് വരുന്നു. ഒന്ന് ചിന്തിച്ച് നോക്കി. ഈ എടുത്തുകൊണ്ട് വന്ന ആൾക്കാണ് അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ അവർ കുടിക്കുമായിരുന്നോ? ഇല്ലല്ലോ. അവരെന്തേ അങ്ങനെയൊക്കെ കാണിച്ചത്? എനിക്കൊന്നും അവർ മനുഷ്യഗണത്തിൽ പെട്ടുന്ന ആളല്ലായിരിക്കാം. ഒരു സത്യം, എനിക്കൊന്നും അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. മനുഷ്യനല്ലേ ഈ വാവാ സുരേഷ് എന്ന് പറയുന്ന ആൾ? എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്?
ഈ സമൂഹമേ നിങ്ങൾ ചിന്തിക്കുക. ഞാൻ ഈ കാണിച്ച വ്യക്തികളാണ് പറയുന്നത് കേട്ടോ, എല്ലാവരും അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്. ഈ കാണിച്ച വ്യക്തികളാണ് പറയുന്നത്. അവർക്കോ അവരുടെ മക്കൾക്കോ അവരുടെ സഹോദരങ്ങളാണെങ്കിൽ അവരങ്ങനെ ചെയ്യുമോ? അവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് പാമ്പ് പിടിച്ചിട്ട് വന്നെങ്കിൽ അവരങ്ങനെ ചെയ്യുമോ? ഇല്ലല്ലോ. എന്തൊരു സമൂഹം ഇത്, കഷ്ടം തന്നെ. പിന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വീട്ടിൽ വിളിച്ചിട്ട് പായസം കുടിക്കാൻ വിളിച്ചിട്ട് ഡിസ്പോസിബിൾ കപ്പ് ആ സമയത്ത് പുറത്ത് മകനെ വിട്ട് വാങ്ങിപ്പിച്ചിട്ട് അതിൽ കൊടുക്കുന്നു. പിന്നെ എന്തിനാ ഇദ്ദേഹത്തെ വിളിച്ചത്? പിന്നെ ഇദ്ദേഹം ആ ഗ്ലാസ് കുടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ഗ്ലാസ് ഉരുകി പോകും? എന്തോന്നാണിത്? പിന്നെ എന്തിന് ഇയാൾ വിളിക്കാൻ പോയത് ആ മനുഷ്യനെ? ആ മനുഷ്യനായിട്ട് അടുത്ത് ഇടപഴകുമ്പോൾ അറിയാം, നല്ല സ്നേഹമുള്ള മനുഷ്യൻ. ഇത് നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ കിട്ടുമ്പോഴേ നിങ്ങളും അത് പഠിക്കുകയുള്ളൂ, അതിൻ്റെ വേദന എന്താണെന്ന് അറിയുള്ളൂ. അല്ലാതെ എന്തോന്ന് പറയാൻ. ഈ നിങ്ങൾ ചെയ്ത കർമ്മം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരിക്കൽ ഇതുപോലെയൊക്കെ തിരിച്ചടിക്കും കേട്ടോ. മറ്റൊരു തരത്തിൽ എന്തെങ്കിലും തരത്തിൽ ഇതുപോലെ ആഹാരത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഉണ്ടാവും, ഉറപ്പാണ്. നമ്മുടെ ജീവിതം ഡേ ടു ഡേ മുന്നോട്ട് പോകുന്നത് നമ്മുടെ കർമ്മം അനുസരിച്ചിട്ടാണ്. അത് വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ എൻ്റെ വിശ്വാസം ഞാൻ പറയുകയാണ്, എൻ്റെ ശരി ഞാൻ പറയുകയാണ്. ഞാനൊരു തെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും അതിൻ്റെ ഒരു 8ൻ്റെ പണി എനിക്ക് കിട്ടും. ആ വിശ്വാസത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. എന്ന് പേടിച്ചിട്ടൊന്നുമല്ല. നമ്മൾ ജീവിച്ചിരിക്കും കാലം ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാകാതെ സന്തോഷത്തോടെ ജീവിക്കുക, നന്മകൾ മാത്രം ചെയ്യുക. നന്മകൾ ചെയ്തില്ലെങ്കിൽ പോലും ആരെയും ഉപദ്രവിക്കരുത്, അതൊരു നന്മയാണ്. എന്തിനാണ് ഉപദ്രവിക്കുന്നത്? ഇത് നേരിട്ടല്ലെങ്കിലും ഭയങ്കര ഉപദ്രവമല്ലേ? ആ ബാത്റൂമിൽ പോയിട്ട് അവിടുത്തെ മഗ്ഗിൽ വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കുന്നത്. ഈ എടുത്തുകൊണ്ട് വന്ന ആളിനെ അത് അവിടെ ഇട്ട് എല്ലാം കൂടെ പിടിച്ചെടുത്ത് കുടിപ്പിക്കണം, അതാണ് ചെയ്യേണ്ടത്. അവർ കുടിച്ചിട്ട് എന്നിട്ട് കൊടുക്കുക, അത് അവർ കുടിക്കണം, അവരെ കുടിപ്പിക്കണം, അതാണ് ചെയ്യേണ്ടിയിരുന്നത്. എന്തൊരു കഷ്ടം. ആൾക്കാരുടെ മനസ്സ് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എന്തൊരു കഷ്ടം ഇതൊക്കെ പറയാൻ. ഞാൻ ആ ഈ ന്യൂസ് ഇങ്ങനെ വായിച്ചിട്ട് ഒത്തിരി നേരം ഇങ്ങനെ ഇരുന്നു, കഷ്ടം തോന്നുന്നു. നിങ്ങൾ ഈ ചെയ്തവർ സൂക്ഷിക്കുക. ഇതുപോലുള്ള ഏതെങ്കിലും പ്രവൃത്തി നിങ്ങൾക്ക് ഉണ്ടാവുമോ? യാതൊരു സംശയവുമില്ല. എനിക്ക് ആ ബാബ സുരേഷിനോട് മാപ്പ് ചോദിക്കാൻ തോന്നുകയാണ്. ഞാൻ ബാബ സുരേഷിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. പാവം മനുഷ്യൻ, എന്ത് നല്ല മനുഷ്യൻ. അടുത്ത് ഇടപഴകുമ്പോൾ ഞാൻ 2-3 തവണ ഇടപെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നല്ലൊരു മനുഷ്യൻ, ഒരു ജീവികളെപ്പോലും ഉപദ്രവിക്കാതെ നടക്കുന്ന ഒരു മനുഷ്യൻ. ഞാൻ പറയുന്നത് തെറ്റോ ശരിയോ നിങ്ങൾ തന്നെ ചിന്തിച്ചോ. എൻ്റെ ശരി ഞാൻ പറഞ്ഞതാണ്, എൻ്റെ ശരി. നിങ്ങൾക്ക് തെറ്റായിരിക്കാം, പക്ഷേ എൻ്റെ ശരിയിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു.